ഹലോ ഹായ് നമസ്കാരം. ആദ്യം ഒരു സോറി പറഞ്ഞിട്ട് തുടങ്ങാം. ശരിക്കിത് 2025 അവസാനം ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ലാസ്റ്റ് വീക്കിൽ കുറച്ച് യാത്രകളും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അതങ്ങ് മുടങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞു പോയൊരു വർഷം 2025 റിലീസായിട്ടുള്ള എനിക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നിയ സിനിമകൾ, പ്രകടനങ്ങൾ, അതിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രകടനങ്ങൾ എന്ന് പറയുമ്പോൾ മികച്ച നടൻ, മികച്ച നടി ആൻഡ് മികച്ച സിനിമ, ഈ 3 കാറ്റഗറികളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ വർഷം എന്നെ തിയേറ്ററിൽ ഇരുത്തിയും അല്ലാതെ OTTയിൽ ഇരുത്തിയും വധിച്ച് കളഞ്ഞിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. ആ സിനിമകളെക്കുറിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് എനിക്കൊരു പരിപാടിക്ക് പോയപ്പോൾ കിട്ടിയിട്ടുള്ള അവാർഡാണ് കേട്ടോ. ഇത് തൽക്കാലം ഞാനിവിടെ ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ്. മികച്ച സിനിമയ്ക്കും മികച്ച നടനും നടിക്കുമുള്ള കുഞ്ഞു കുഞ്ഞു ട്രോഫികൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം അയച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് കൂടി ചേർത്ത് വെക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ ആദ്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോയ വർഷം എനിക്ക് നന്നായി തോന്നിയ സിനിമകളെക്കുറിച്ചാണ്. ആ സിനിമകളെക്കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് പ്രകടനങ്ങളിലേക്ക് കിടക്കാം. പ്രകടനങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കൊക്കെയാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്നുള്ളത്. ഈ അവാർഡ് കൊടുക്കുന്ന ചാനലുകളെല്ലാം പറയും ജനകീയ അവാർഡുകളാണെന്നുള്ളത്. എല്ലാ സമയത്തും അതങ്ങനെയൊന്നുമല്ല. ജെനുവിനായിട്ട് അങ്ങനെ ജനകീയ അവാർഡ് കൊടുക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. നമുക്കും അറിയാം, വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങളന്ന് അവൈലബിൾ ആണോ, എന്നാൽ നിങ്ങൾക്ക് തന്നെ അവാർഡ് എന്ന് പറയുന്നൊരു രീതിയുണ്ട്. നമുക്കതില്ല. നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ പോൾ ഇട്ടിട്ടുണ്ട്. പോൾ ഇപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതും പരിഗണിക്കുന്നുണ്ട്. അതിനോടൊപ്പം എൻ്റെ കുറച്ച് വ്യൂ പോയിൻറ്റ്സും കൂടി പരിഗണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഗസ്റ്റായിട്ട് ആരെയും വിളിച്ചു വരുത്തുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും അവാർഡ് കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞു പോകുന്നൊരു വർഷത്തിൻ്റെ തുടക്കത്തിൽ കണ്ടു തുടങ്ങി ആ ഒരു ഓർഡറിലാണ് ഞാൻ പറയുന്നത്. രേഖാചിത്രമാണ് ആദ്യത്തെ മാസം നമ്മളെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ട് അനുഭവപ്പെട്ടത്. ഒരു അന്വേഷണ കഥയാണ്. പക്ഷേ അതിനകത്തേക്ക് മമ്മൂക്കയുടെ ഒരു സിനിമ, അതിൻ്റെ റെഫറൻസ്, മമ്മൂക്കയെ എയിൽ അവതരിപ്പിക്കുന്നു, അനശ്വരയുടെയും ആസിഫ് അലിയുടെയും ഒക്കെ നല്ല പ്രകടനങ്ങൾ, ഏറ്റവും മികച്ച ഗംഭീര പ്രകടനങ്ങൾ എന്ന് മാർക്ക് ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആസിഫ് അലിയിൽ നിന്ന് ഇതിനേക്കാൾ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അനശ്വരയിൽ നിന്ന് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ സെറിൻ വഹാബ് അവതരിപ്പിച്ചിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്. അവസാന സമയത്താണ് പുള്ളിക്കാരി വരുന്നത്. കഴിഞ്ഞു പോകുന്നൊരു വർഷം ഞാൻ കണ്ടിട്ടുള്ള പല സിനിമകളിലും പുള്ളിക്കാരിയെ കണ്ടിട്ടുണ്ട്. ആട്ടം എന്ന സിനിമയിൽ അവർ നിറഞ്ഞാടുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ വർഷത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നായികയായിട്ട് വന്നിട്ടുള്ളത് ഒരു സിനിമയിൽ മാത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ആ സിനിമയിൽ രേഖാചിത്രത്തിൽ അവരുടെ പ്രകടനം മികച്ചതായിട്ടാണ് അനുഭവപ്പെട്ടത്. മൊത്തത്തിൽ തിയേറ്ററിലിരിക്കുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടും പോകാതെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ടുപോയ ഒരു സിനിമയാണ് രേഖാചിത്രം. സെറിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇത്തിരി നേരം എന്ന സിനിമയെക്കുറിച്ച് കൂടി പറയാം. വളരെ കുറച്ച് സമയം മാത്രം എടുത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് നടക്കുന്ന ഒരു കഥ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റിപ്പീറ്റ് വാച്ചോ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയുന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അതൊരു വൈബാണ്. ആ ഒരു പെർട്ടിക്കുലർ മൂഡിലിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അതിലെ കഥാപാത്രത്തിനെ സെറിൻ വളരെ രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സിനിമ നമ്മുടെ പൊന്മാനാണ്. പൊന്മാൻ ഈ വർഷത്തെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും. ഞാനിങ്ങനെ ഇതര ഭാഷ യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പൊന്മാൻ കണ്ട അവർ ഷോക്ക് അടിച്ചിരുന്നു പോയതുപോലെ നമ്മളെ സംബന്ധിച്ച് മലയാളികൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ട് ശീലിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് മറ്റ് ഭാഷകളിലുള്ള സിനിമകൾ മാത്രം കണ്ടിട്ടുള്ള ആളുകൾ തിരിച്ചറിയാൻ ഇതുപോലെയുള്ള സിനിമകൾ കാരണമാവുന്നത് നമുക്ക് വലിയ അഭിമാനമാണ്. അതൊരു ഗംഭീര സിനിമ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പൊന്മാൻ എനിക്ക് ആദ്യത്തെ കാഴ്ചയിലുള്ളതുപോലെ അല്ല രണ്ടാം കാഴ്ചയിൽ അനുഭവപ്പെട്ടത്. വീണ്ടും കാണുമ്പോൾ ആ സിനിമ എൻ്റെ ഉള്ളിൽ വളരുന്ന പോലെ ചില സിനിമകൾ മാത്രമാണ്, വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ആ തരത്തിലുള്ളത്. നമ്മൾ ഓരോ വട്ടം കാണുമ്പോഴും നമ്മൾ ഓരോ കഥാപാത്രത്തിൻ്റെ പിന്നാലെ പോകും, ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും, അവരുടെ ഓരോരുത്തരുടെയും വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് പോകും. നമ്മളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ ആരെയും വില്ലനൊന്നും ആക്കുന്നില്ലല്ലോ. അതായത് സിറ്റുവേഷൻസ് കൊണ്ട് ഇങ്ങനെ ആക്കപ്പെട്ട, അതായത് സമൂഹം ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതേസമയം ഒരാളെയും ന്യായീകരിക്കാനും സിനിമ മെനക്കെടുന്നില്ല. ഇങ്ങനൊരു കഥയുണ്ട്. ഇത് നമ്മളിൽ പലർക്കും കണ്ടും കേട്ടും ഒക്കെ ഉൾക്കൊള്ളാനൊക്കെ പറ്റുന്ന കഥാപാത്രങ്ങളെ പലയിടങ്ങളിലായിട്ട് വിന്യസിച്ച് അതിഗംഭീരമായി ഒരു സിനിമ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള നല്ലൊരു കഥ പറച്ചിൽ തന്നെയായിരുന്നു പൊന്മാനിൻ്റേത്. അവിടെ നമ്മൾ പ്രകടനങ്ങളും പറയണം, അതിഗംഭീര പ്രകടനങ്ങളാണ്. ഒരാളെ എടുത്ത് മാറ്റി വെക്കാനില്ലാത്ത അത്രയും ഗംഭീര പ്രകടനങ്ങൾ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലുണ്ട്. എണ്ണിപ്പെറുക്കി പറയാനുള്ളത് നമുക്ക് മികച്ച നടൻ, നടി ഒക്കെ സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പറയാം. മൂന്നാമത്തെ എൻ്റെ ബെസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് അത് നാരായണീൻ്റെ 3 ആൺമക്കളാണ്. ആ സിനിമ തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ OTTയിൽ വന്നതിന് ശേഷം നല്ല ഓളമായിരുന്നു. അതിലെ ഓളം എന്ന് പറയുന്നത് ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ലൈംഗിക വീഴ്ചയെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചർച്ചകൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മനുഷ്യ മനസ്സുകൾ, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് വായിക്കാനുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മൾ നിർത്തിയിട്ട് വായിക്കണം, എന്താണ് അവർ പറയാൻ ശ്രമിച്ചത്, എങ്ങനെയായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇവോൾവിങ്, അവരെങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് മാറ്റങ്ങളെ ഓരോ ജനറേഷനിലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നത്, ഈ റിലേഷൻഷിപ്പുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് സഹോദര ബന്ധങ്ങൾക്കിടയിൽ സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 സഹോദരന്മാരാണ്, 3 ലക്ഷ്യങ്ങളൊക്കെയാണ് ഇവർക്ക് തുടക്കത്തിലും പിന്നീടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിനൊക്കെ അത്രയും ഗംഭീരമായിട്ട് തിരക്കഥയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നാരായണിൻ്റെ 3 ആൺമക്കൾ. അതിലെയും റിലേഷൻഷിപ്പുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നാരായണിയുടെ 3 ആൺമക്കളും അവരുടെ മക്കളും ഒക്കെ ഇനിയും ഒരുപാട് വായിക്കപ്പെടേണ്ട കഥകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള 2025 ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് നാരായണീൻ്റെ 3 ആൺമക്കളെ ഞാൻ ചേർത്ത് വെക്കുന്നത്. നെക്സ്റ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയാണ്. അതൊരു അന്വേഷണ കഥയാണ്. പക്ഷേ ആ അന്വേഷണ കഥ നമ്മളിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ ക്യാരക്ടർ, അയാൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, മാത്രമല്ല ഈ മരണങ്ങളെ ആ സിനിമയിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ഒറിജിനാലിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മൾ സിനിമ തിയേറ്ററിൽ കാണുന്നു, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നു, നമ്മളത് മനസ്സിലാക്കുന്ന ഒരു കഥയാണ്. അങ്ങനെയൊക്കെ പോകുമ്പോഴും അത് നമ്മളെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, ആ രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സിനിമ മാത്രമല്ല, വേറെയും കുറച്ച് സിനിമകളുടെ പേര് പറയുമ്പോൾ നമ്മൾ അണ്ടർ റേറ്റഡ് പ്രകടനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ വരാൻ സാധ്യതയുള്ളൊരു പേര് വിശാഖ് നായരാണ്. ഈ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലൻ ക്യാരക്ടർ, അത് പുള്ളി ക്യാരി ചെയ്തിരിക്കുന്ന രീതി ഒക്കെ പ്രശംസനീയമാണ്. അത് മാത്രമല്ല, വേറെയും കുറേ സിനിമകളും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് അയാളുടെ ഒരു വെർസറ്റൈൽ പെർഫോമർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ അങ്ങനെ ഇംപ്രസ് ചെയ്തൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അടുത്ത 2025 ഒരു ഗംഭീര സിനിമ എന്ന് പറയുന്നത്, ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ്. തുടരും. ലാലേട്ടൻ്റെ തുടരും, ശോഭനയുടെ തുടരും, തരുൺ മൂർത്തിയുടെ തുടരും, പ്രകാശ് വർമ്മയുടെ തുടരും, അങ്ങനെ ഒരുപാട് ജെയ്ക്സ് വിജയുടെ തുടരും. അങ്ങനെ ഒരുപാട് നമ്മൾ പ്രേക്ഷകർ പലരും ആവർത്തിച്ച് കണ്ടിട്ടുള്ള പല രീതിയിൽ വ്യാഖ്യാനങ്ങളുണ്ടായ തുടരും എന്ന സിനിമയെക്കുറിച്ച് നമ്മളൊരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാർക്കറ്റിംഗ് ഗംഭീരമായിരുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിച്ച രീതി, സിനിമ പ്രേക്ഷകരെ ഹാൻഡിൽ ചെയ്ത രീതി, നമ്മുടെ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്ത രീതി, നമ്മൾ കാണാൻ ആഗ്രഹിച്ച മൊമെൻറ്റുകൾ, ആർട്ടിസ്റ്റുകളിൽ നിന്നുള്ള ഗംഭീര പ്രകടനങ്ങൾ, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് ഒരുമിച്ച് വന്ന് നമ്മൾ തിയേറ്ററിൽ ആഘോഷിച്ചൊരു സിനിമ തന്നെയാണ് തുടരും. 2025 ഏറ്റവും മികച്ച തിയേറ്റർ അനുഭവങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് ഞാൻ തുടരും വിലയിരുത്തുന്നത്. അത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയൊരു ഹൈ എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഞാൻ അതിന് ശേഷം ഇത് OTTയിൽ രണ്ടാമത് കാണാൻ നോക്കുമ്പോഴും എനിക്ക് ആ തിയേറ്ററിൽ കിട്ടിയ മഞ്ച് ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല, അവർ പ്രതീക്ഷകളെ വളരെയധികം കുറച്ച് ഒന്ന് താഴ്ത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിലെല്ലാം നമ്മുടെ തരുൺ മൂർത്തി വന്നിരുന്ന് ഒരു കൊച്ചു പടം എന്നുള്ള രീതിയിലൊക്കെയാണ്, ഒരു ഇമോഷണൽ സംഭവം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അതുക്കും മേലെ അയാൾ സിനിമയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മോഹൻലാൽ ഫാൻ ബോയ്, മോഹൻലാൽ ഫാൻ ഗേൾ എന്നൊക്കെ പറയുമ്പോൾ ഫാൻ ആവണം എന്നില്ല, നമ്മൾ അവരെയൊക്കെ മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ കണ്ടു തന്നെയാണ് വളർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നമുക്ക് കണക്റ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഫാൻസിന് ആഘോഷിക്കാനുള്ളത്, കുടുംബ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ളത്, എല്ലാം ഒരുക്കിക്കൊണ്ട് നല്ലൊരു പാക്കേജായിട്ടാണ് തുടരും തിയേറ്ററിലേക്ക് വന്നത്. അത് കഴിഞ്ഞാണ് 2025 എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്ന് റിലീസായത്. നരിവേട്ടയാണ് സിനിമ. ടൊവിനോ തോമസ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസായ ആ സിനിമ, നമ്മൾ ഈ ചുറ്റുപാടുകളോടൊന്നും കാര്യമായി പ്രതികരിക്കാത്ത ഒരു യുവാവ്, എല്ലാവരെയും പോലെയൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നു, അത് കഴിഞ്ഞൊരു ജോലി സംഘടിപ്പിക്കുന്നു, സ്വന്തം കാര്യം നോക്കി സക്സസ് ആയി പോകണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി വലിയ കഠിനാധ്വാനം ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾ. പക്ഷെ അങ്ങനെ ഒരാൾ തൻ്റെ ചുറ്റും നടക്കുന്ന അനീതികളെക്കുറിച്ച് ബോധവാനാവുകയും പ്രതികരിക്കാനും തുടങ്ങുക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു നരവേട്ടയുമായി തന്നെ കണക്ട് ചെയ്ത്, അങ്ങനെ തന്നെ അതിനെ വിളിക്കണം, അതിനെ കണക്ട് ചെയ്ത് ഗംഭീരമായി ആ പൊളിറ്റിക്സ് സംസാരിച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് നരിവേട്ട അനുഭവപ്പെട്ടത്. അതിഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, മ്യൂസിക് പരിപാടികൾ, പാട്ടുകളൊക്കെ ഹിറ്റ്. എനിക്ക് ആ ഹിറ്റായ മിന്നൽ വളയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. ആ സിനിമ സംസാരിക്കുന്ന പൊളിറ്റിക്സ് അത് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ആ സിനിമ തിയേറ്ററിൽ കുറേയും കൂടി നല്ലൊരു റിപ്പോർട്ട് അർഹിച്ചിരുന്നു എന്നും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചരിത്രത്തിൽ നമുക്കറിയാവുന്ന കഥാപാത്രങ്ങളെ മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയും പ്രശംസനീയമാണ്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആ പെയിൻ
ഞാൻ ആ സിനിമയുടെ ട്രെയിലർ റിയാക്ഷനിലും പറഞ്ഞിരുന്നതാണെന്ന് തോന്നുന്നത്. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിലാണ് ഈ സിനിമ നമുക്ക് എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഒരു റാൻഡം സിനിമ, തമിഴിൽ നിന്നൊക്കെ വരുന്ന പോലെ വെട്രിമാരനൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മലയാള സിനിമ എന്ന് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ 90കൾക്കോ അതിന് മുൻപോ ജനിച്ചിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇതൊരു വൻ ഇമ്പാക്റ്റ് വരുന്ന സിനിമയാണ്. നെക്സ്റ്റ് 2025 എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് റോന്താണ് ആ സിനിമ. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും കൂടി നിറഞ്ഞാടിയ ഒരു സിനിമ എന്ന് പറയാൻ, നിറഞ്ഞാടുക എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളൊരു സെലിബ്രേഷൻ മൂടൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, വളരെ ഒറിജിനലായി 2 പോലീസുകാരുടെ ഒരു രാത്രി റോന്ത്, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാനും നൈറ്റ് ഡ്രൈവിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ കാണുന്നതാണല്ലോ ഈ പോലീസുകാർ റോന്തിന് ഇറങ്ങുക എന്നുള്ളത്. അങ്ങനെ ഒരു റോന്തിന് ഇറങ്ങുന്ന ദിവസം എന്തൊക്കെ തരം കാര്യങ്ങളിലൂടെയാണ് ഒരു പോലീസ് ഓഫീസർ കടന്നു പോകുന്നത്, അത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക ക്ലേശം എത്രത്തോളമാണ്, ഈവൻ അവരുടെ ഫാമിലി ലൈഫിനെ പോലും അത് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വശം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ, അതായത് അത്രയധികം സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരുമിച്ച് അതിനെ നേരിടാൻ ഇറങ്ങുന്നത്, കൂടെയുള്ളൊരു മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഒരു ഭയങ്കര സംഭവമാണ്. അത് എത്രത്തോളം എനിക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ദിലീഷ് പോത്തൻ്റെയും ലക്ഷ്മി മേനോൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിൻ്റെ അവരുടെ ആ ഒരു കെമിസ്ട്രി, അതിനുള്ളിലുള്ള പെയിൻ, ഇതൊക്കെ അതിഗംഭീരമായിട്ട് പറഞ്ഞു. ഒരു പക്ഷേ മലയാള സിനിമയെക്കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് ഒരു 5-6 സിനിമകൾ സജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കുന്നയാൾ ഏത് നാട്ടിലുള്ള ആളാണെങ്കിലും അയാൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിനിമയാണ് റോന്ത്. ഇത്രയും ഇമ്മൻസ് ആയിട്ടുള്ള ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന സിനിമകളൊക്കെ നിങ്ങളിവിടെ പുട്ടുപോലെ ഉണ്ടാക്കണം. ഞാൻ ആ സിനിമ ചെയ്തവരുടെ എഫേർട്ടിനെ കുറച്ച് പറയുകയല്ല, ഇതിനേക്കാളും പൈസ മുടക്കി ഇതിനേക്കാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്രയോ സിനിമകൾ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ കടന്നു പോകുന്ന എത്രയോ ഇൻഡസ്ട്രികളുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട്, ഇത്രയും കുറച്ച് താരങ്ങളിൽ നിന്നുകൊണ്ട് ഇത്രയും ഗംഭീര ഇമോഷൻസിനെ ആളുകളുടെ ഉള്ളിൽ ഇവോക്ക് ചെയ്യുന്ന രീതിയിൽ സിനിമകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ്. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ട് തന്നെയാണ് ഞാൻ റോന്തിനെ മാർക്ക് ചെയ്യുന്നത്. അത് കുറേ സമയത്തേക്ക് ഷോക്ക് അടിച്ച പോലത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടിരുത്തിയതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ടോടാ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കിയ പടമാണ്. 2025 വളരെ ലൈറ്റായിട്ട് ഇറങ്ങി തിയേറ്ററിലൊരു വലിയ ഓളമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കണ്ടു കഴിഞ്ഞപ്പം ആ ഒരു ഫീല് നിലനിന്ന, ക്യാരക്ടേഴ്സ് ഉള്ളിൽ നിലനിന്ന അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തലവര എന്ന് പറയുന്ന സിനിമ. നമ്മളെപ്പോഴും ഈ ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി വരുന്ന നായകന്മാരെ കുറിച്ച് പറയാറുണ്ട്. ആ ജീവിത സാഹചര്യങ്ങൾക്കൊപ്പം നീ ഇങ്ങനെ ആയതുകൊണ്ട് നിനക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി ചേരുമ്പോൾ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന ആത്മസംഘർഷങ്ങൾ എന്നൊക്കെ പറയുന്നത് അർജുൻ അശോകൻ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച, മലയാള സിനിമയിൽ അധികം ഒന്നും മാർക്ക് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പാലക്കാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞിട്ടുള്ള റിമാർക്കബിൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് തലവര. നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രി നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്കിന്നാണ്, സ്കിൻ കളറാണ്. അതിനുവേണ്ടി സ്കിൻ ടെക്സ്ചർ, ടോൺ എന്നൊക്കെ നമ്മൾ പല രീതിയിൽ പറയും. എന്തായാലും കളർ തന്നെയാണ് അവിടുത്തെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഒരുപാട് പൊളിറ്റിക്കൽ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സ്കിൻ കളറിൽ ഡിഫറൻസ് ഉണ്ടായിട്ടുള്ള ഒരാൾ കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്നും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അയാൾ നടക്കേണ്ടി വരുന്ന യാത്ര എത്രത്തോളമാണെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യുന്ന ഇമോഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, നിങ്ങളൊരു സിനിമാ മോഹിയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല ലൈറ്റ് ആയിട്ട് അവരെടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ എന്നാണ് എനിക്ക് തലവരെ മാർക്ക് ചെയ്യാൻ തോന്നുന്നത്. അടുത്ത സിനിമ, നമ്മൾ ഏത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാലും അതിലൊക്കെ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഉറക്കെ പറയുന്നൊരു പേരാണ് ലോക ചാപ്റ്റർ 1 എന്ന് പറയുന്ന സിനിമ. ആ സിനിമ അതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് ഉണ്ട്, പെർഫോമൻസ് മികവുകളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ആ സിനിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായിട്ട് മാറുന്നത് നമ്മുടെ മിത്തുകളെ, ചാത്തൻ, നീലി, ഈ പറഞ്ഞ മാടൻ, മറുത പോലെയുള്ള കാര്യങ്ങളെയൊക്കെ ഇവർക്ക് ഇന്നിൻ്റെ ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളും പിന്നെ മറ്റ് പല ഇതിഹാസങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല നാടോടി കഥകളിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ബ്രില്യൻ്റായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. കള്ളിയങ്കാട്ട് നീലിയെ നമ്മൾ എത്രയോ സിനിമകളിൽ കണ്ടിരിക്കുന്നു, പല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട് കണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു അവതരണം ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ ലോക കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറുകളിൽ ഒന്നാണ് ഇത് കള്ളിയങ്കാട്ട് നീലിയാണ് എന്ന് അവർ തന്നെ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളെ അവർ ആക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, പുലിമുരുകൻ കണ്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വോ ഫാക്ടർ എന്ന് പറയുന്നത് ലാലേട്ടൻ വരുന്നതിന് മുമ്പേ ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ചിട്ട് വൈശാഖ് ഒരുക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ
നീലി എന്തു ചെയ്താലും അതിനെ വിശ്വസിക്കത്തക്ക രീതിയിൽ ആ കൊച്ചുകുട്ടി, നീലിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച കുട്ടി ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി കളരിയൊക്കെ അറിയാവുന്നൊരു കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരി അതങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കല്യാണിയുടെ പണി എളുപ്പമായി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാര്യം അത് അത്രയും കൺവിൻസിംഗ് ആയിട്ട് മാറി. അങ്ങനെ ആക്ഷൻ സീക്വൻസുകളെ കൊറിയോഗ്രാഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക് അതിഗംഭീരമായിട്ട്, എന്ന് വെച്ചാൽ ഇത് വേറൊരു ലോകം എന്ന് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷേ നമ്മുടേതെന്ന് തോന്നുന്ന എലമെൻറ്റ്സ് നമുക്ക് അതിനകത്ത് വേണം, പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ഗംഭീരമാക്കിയ ഗംഭീര പ്രകടനങ്ങളുള്ള നമ്മുടേതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കഥകളെ ലോകർക്ക് എല്ലാവർക്കും കണക്റ്റ് ആവുന്നത് പോലെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ഗംഭീര സിനിമയായിരുന്നു ലോക. അത് അർഹിക്കുന്നത് ഇനിയും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പടമാണ്. 2025 എന്നല്ല, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മാർക്ക് ചെയ്യപ്പെടേണ്ട സിനിമകളിൽ ഒന്നായിട്ടാണ് ലോകയെ ഞാൻ വിലയിരുത്തുന്നത്. അടുത്തത് തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമ മനസ്സിലാക്കേണ്ടതുപോലെ ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തൊരു അടിപൊളി പടമാണ് എന്ന് ഫീൽ ചെയ്യിപ്പിച്ച പടമാണ് ഓടും കുതിര ചാടും കുതിര. ഇതിനു മുമ്പ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയാണ് അൽതാഫ് സലിം സംവിധാനം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അദ്ദേഹം തന്നെ വീണ്ടും ഒരു സിനിമയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ അന്ന് വിജയമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ OTT അല്ലല്ലോ, നമുക്ക് DVD പ്രിൻ്റൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗംഭീര സിനിമയാണെന്ന് എല്ലാവരും മാർക്ക് ചെയ്തിട്ടുള്ളൊരു പടമായിരുന്നു. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. OTT വന്നതിന് ശേഷം അതിൻ്റെ ഓഡിയൻസിലേക്ക് അതെത്തി, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു 4-5 വർഷത്തിന് ശേഷം ഇനി വരുന്നൊരു ജനറേഷൻ ഉണ്ടല്ലോ, ഇപ്പം എന്താ പറയുക, ജെൻ ആൽഫ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ജനറേഷൻ്റെ ഒരു കൗമാര യൗവനങ്ങളുടെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവർ ഈ സിനിമയെക്കുറിച്ച് അതിഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഉറപ്പായിട്ടും കാണും. ഫഹദിൻ്റെ മാരക പെർഫോമൻസ്, കല്യാണിയുടെ നല്ല പെർഫോമൻസ്, വിനയ് ഫോർട്ടിൻ്റെ ഗംഭീര പ്രകടനം, ലാലും സുരേഷ് കൃഷ്ണനും കൂടി നമ്മളെ ചിരിപ്പിച്ച് ലെവലാക്കി മാറ്റിയ അങ്ങനത്തെ ഒരു സിനിമയാണ്. 2025 റിലീസായിട്ടുള്ള നല്ല സിനിമകളുടെ പട്ടികയിൽ ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. മറ്റൊരു സിനിമ ഒരു കുഞ്ഞു സിനിമയാണ്. അത് ആ ഒരു കുഞ്ഞു ഓളം മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. OTT വന്നതിന് ശേഷവും വലിയൊരു ഓളത്തിലേക്ക് അത് വന്നിട്ടില്ല. കുറേയും കൂടി ചർച്ച ചെയ്യപ്പെടാനുള്ള കുറേ ലെയറുകളൊക്കെ ഇട്ടുകൊണ്ട് അവർ ചെയ്തിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. സീതയും രാമനും ഒക്കെ വന്ന് ചേരുന്ന, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു സിനിമ. അവിഹിതം എന്നാണ് സിനിമയുടെ പേര്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നാട്ടിലെ പ്രത്യേകിച്ച് പണിക്കൊന്നും പോവാതെ ബാക്കിയുള്ളവർക്ക് പണി കൊടുത്ത് ജീവിക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ഒരു പയ്യൻ അവൻ്റെ അയൽപ്പക്കത്തുള്ളൊരു സ്ത്രീയുമായി രഹസ്യമായി ബന്ധപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അതാരാണ് ആ പെണ്ണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്നു. പെണ്ണാരാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെ കൊടുക്കാൻ വേണ്ടി അവരെ നാട്ടുകാരുടെ മുമ്പിൽ എല്ലാവരുടെയും മുന്നിലിട്ട് പിടിക്കണം, എന്നിട്ട് വേണം ശിക്ഷിക്കാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു നാട്ടുകൂട്ടം പരിപാടിയിലേക്കൊക്കെ അവർ മാറുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ സംസാരിക്കുന്നത്. ഗംഭീരമായിട്ട് ആ ഹ്യൂമർ വർക്ക് ചെയ്ത, തിയേറ്ററിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറേ ഹ്യൂമർ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ റിലേറ്റബിൾ ആയിരുന്നു. നാട്ടുമ്പുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നാട്ടുമ്പുറത്തുള്ള കുറേ കുത്തിത്തിരിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു തന്ന, നാട്ടുമ്പുറത്ത് മാത്രമല്ല കേട്ടോ, സിറ്റിയിലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സദാചാര ചിന്തകളെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു കൊച്ചു സിനിമയായിരുന്നു അവിഹിതം. അത് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയൊരു സിനിമയായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2025 നല്ല തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നായിരുന്നു അവിഹിതത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വിയോജിപ്പുള്ള ഒരു പാർട്ടുണ്ട്, അതിൻ്റെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ട്. അത് തീർച്ചയായും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതാണ്, വേറെയും ചില സിനിമകളെ ചേർത്തുകൊണ്ട്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് സംസാരിക്കാം. 2025 അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നായിട്ട് വിലയിരുത്തുന്ന അടുത്ത സിനിമ DS ഇറയാണ്. DS ഇറ തിയേറ്ററിൽ നിന്ന് OTTയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് അതിൽ പല സീക്വൻസുകളും അല്ലെങ്കിൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കോമഡി ആക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഈ തല്ലിപ്പൊളി ഓഡിയൻസ് ഉണ്ടല്ലോ, കൗണ്ടർ അടിക്കുന്ന വൃത്തിട്ടന്മാർ, അവരൊന്നും ഇല്ലാതെ നമ്മൾ കാണുമായിരുന്നെങ്കിൽ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു DS ഇറ. ആ ഒരു ഇതുവരെയുള്ള പ്രേതഭൂത കൺസെപ്റ്റുകളിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട് വേറെ തന്നെ ഒരു പരിപാടി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ചുരുളഴിഞ്ഞു വരുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രകടനങ്ങളുമൊക്കെ ഗംഭീരമായിരുന്നു. ജിബിൻ, ജയാക്കുറുപ്പ്, പ്രണവ് മോഹൻലാൽ, ഇവരുടെ ഒക്കെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ഗംഭീര ഓഡിയോ വിഷ്വൽ ട്രീറ്റുള്ള ഒരു സിനിമ തന്നെയാണ് DS ഇറ. ആൻഡ് നെക്സ്റ്റ് ഇസ് എക്കോയെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ്. 2025 ദി ബെസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ പോലും ഒട്ടും കൂടിപ്പോകില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സിനിമ. OTTയിൽ വന്നതിന് ശേഷം ആളുകളൊക്കെ എൻ്റെ അമ്മ എന്തൊരു പടമാണിത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സിനിമ. എനിക്ക് തോന്നുന്നു OTTയിൽ കണ്ടതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ സിനിമ 100 കോടി അടിക്കാനുള്ള ഒരു വകുപ്പുള്ള അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. അതിമാരകമായിട്ടുള്ള പെർഫോമൻസുകളുണ്ട്, ഗംഭീര മ്യൂസിക്, ഗംഭീര വിഷ്വൽ പരിപാടി,
എന്ന് വെച്ചാൽ ഗംഭീരം എന്നല്ലാതെ ഒരു വാക്ക് ചേർത്ത് വെക്കാനില്ലാത്ത അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് എക്കോ. അതിലവർ കാലഘട്ടത്തിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ലോകമെമ്പാടും കൊടുമ്പിരിക്കൊണ്ടിട്ടുള്ള ലോകമഹായുദ്ധത്തിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിന്ന് തുടങ്ങി നമ്മുടെ കേരളത്തിലെ ഒരു കുന്നിൻ്റെ മുകളിൽ കാറ്റുകുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു കഥ. അതിൽ റിലേഷൻഷിപ്പുകളുടെ ഇൻറ്റൻസിറ്റി, പരസ്പര ബഹുമാനം, ജനാധിപത്യ ബോധം, പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന അതിഗംഭീര സിനിമകളിൽ ഒന്ന് തന്നെയാണ് എക്കോ. ഒരുപക്ഷെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് എക്കോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വിക്ടോറിയ. ഇത് വളരെ കുറച്ച് ആളുകൾ മാത്രം കണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ. ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടി, അവളെ ഒരു കോഴിയെ ഒരാൾ നോക്കാൻ ഏൽപ്പിക്കുക. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കോഴിയെ കൊണ്ടുപോയി പള്ളിപ്പെരുന്നാളിന് നേർച്ചയായിട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ വൈകുന്നേരം വരെ ഇവൾ വർക്ക് ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൽ ഈ കോഴിയെ വെക്കണം. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ഒരു ബ്യൂട്ടി പാർലർ. അവിടെ വന്നു പോകുന്ന സ്ത്രീകൾ, കൊച്ചു പെൺകുട്ടികൾ, അങ്ങനെ ഇവരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻസ്, ജനറേഷനുകൾ ഡിഫറൻ്റ് ആയിട്ട് വരുമ്പോൾ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾ, ഇവർക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ നമ്മളിതൊക്കെ പുരുഷന്മാർ പറയുന്നതേ കണ്ടിട്ടുള്ളൂ. അതൊരു സ്ത്രീകളുടെ ആംഗിളിൽ നോക്കുമ്പോൾ ഭയങ്കര രസമുള്ള ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസ്. പക്ഷേ അവിടെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവൾ നിൽക്കുന്നത്. അവളുടെ ഈ വിക്ടോറിയ എന്ന് പറയുന്ന നായിക കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചുരുളഴിഞ്ഞ് വന്ന് ഈ പറയുന്ന ഇമോഷൻസ് ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിൽ എന്ന് വെച്ചാൽ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ക്ലിയർ പിക്ചർ കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് സിനിമ അവസാനിക്കുമ്പോൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ വലിയ സംശയമൊന്നും ആർക്കും ഉണ്ടാവില്ല, അത് കളങ്കാവലാണ്. മമ്മൂക്കയും വിനായകനും നിറഞ്ഞാടിയ നമ്മുടെ കളങ്കാവൽ. ഇതുവരെ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കേസന്വേഷണ പരിപാടികളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളൊരു രീതിയിൽ ഒരു സീരിയൽ കില്ലറെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് പല കേസന്വേഷണങ്ങളും ഒക്കെ. ഈ കേസ് അന്വേഷിക്കുന്നു എന്ന് പറയുന്ന ഒരു പാറ്റേൺ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമിലാരിറ്റീസ് കാണാൻ പറ്റും. പക്ഷേ സിനിമയിൽ അത് അവതരിപ്പിച്ച് അതിങ്ങനെ തുറന്നു വരുന്നൊരു രീതി, അത് ലാൻഡ് ചെയ്തിരിക്കുന്ന രീതി, എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ കൊണ്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് കളങ്കാവൽ. ആൻഡ് ഈ വർഷത്തെ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നിയ അവസാനത്തെ സിനിമ അത് സർവ്വമായാണ്. സർവ്വമായ റെക്കോർഡുകളൊക്കെ ഇട്ടുകൊണ്ട് പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയും റിയ ഷിബുവും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അജു വർഗീസും ജനാർദ്ദനും ഒക്കെ ചേർന്ന് രസമുള്ളൊരു കുഞ്ഞു സിനിമ. ഞാൻ പറയുന്നത് ദി ബെസ്റ്റ് ഓഫ് 2025 എന്ന് പറയുന്ന ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ചിലപ്പോൾ സർവ്വമായ എടുത്തു വയ്ക്കില്ല. പക്ഷേ 2025 കണ്ടിട്ടുള്ള നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സന്തോഷവും സമാധാനവും തന്നിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ തീർച്ചയായും സർവ്വമായ ഉണ്ട്. ഇനി നമുക്കിതിലെ ഹാർഡസ്റ്റ് പാർട്ടിലേക്ക് വരാം. ഇതിലേതാണ് 2025 ഏറ്റവും മികച്ച സിനിമ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇഷ്ടമുള്ള സിനിമകളെ ആദ്യം ഞാൻ ടോപ്പ് 10 ചുരുക്കാൻ നോക്കി. ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. കാര്യം ആ 10 സിനിമ കഴിയുമ്പോൾ ഈ പടവും കൂടി ഇതും കൂടി ചേർത്ത് വെക്കണമല്ലോ, അല്ലെങ്കിൽ ഈ പടം മാറ്റിയിട്ട് ഈ പടം വെച്ചാലോ എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ വന്നു. അത് കഴിഞ്ഞ് ടോപ്പ് 5 ചുരുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. ടോപ്പ് 5 എത്തുമ്പോഴേ എനിക്കിപ്പോഴാണ് ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഇരിക്കുന്ന ജഡ്ജസ് ഒരു കണ്ടസ്റ്റൻറ്റിനെ ഔട്ടാക്കണമെന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ടെൻഷൻ അടിക്കുന്നത് ആലോചിച്ച്. കാര്യം അത്രയും ഗംഭീര സിനിമകൾ ഇറങ്ങിയ മലയാള സിനിമയുടെ ഒരു സുവർണ്ണ വർഷം എന്നൊക്കെ പറയാവുന്ന ഒരു വർഷമാണ് 2025. അങ്ങനെ ഒരു ടോപ്പ് 5 ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോളിൽ വന്നിട്ടുള്ള അതേ ഉത്തരം തന്നെയാണ് നമുക്കും പറയാനുള്ളത്. 22,000 പേരാണ് മൊത്തം നമ്മളിട്ട പോസ്റ്റിന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 7% പേരാണ് കളങ്കാവലാണ് ഏറ്റവും മികച്ച സിനിമ എന്ന് മാർക്ക് ചെയ്തത്. തുടരുമാണ് 2025 ഏറ്റവും മികച്ച സിനിമ എന്ന് 11% പേര് മാർക്ക് ചെയ്തപ്പോൾ 30% ആൾക്കാർ പറയുന്നത് ലോകയാണ് ദി ബെസ്റ്റ് ഓഫ് 2025 എന്നാണ്. പക്ഷേ 51% ആളുകൾ എന്ന് വെച്ചാൽ പകുതിയിലധികം ആളുകളും പറയുന്നത് 2025 ഏറ്റവും മികച്ച സിനിമ എക്കോ ആണെന്നാണ്. തീർച്ചയായും ആ ഓപ്ഷൻ തന്നെയാണ് ഞാനും ചൂസ് ചെയ്യുന്നത്. 2025 ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ്, ഏറ്റവും ഗംഭീരമായ അവതരണം, പ്രകടനങ്ങൾ എല്ലാം കൊണ്ടും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ദി ബെസ്റ്റ് ഓഫ് 2025 ദാറ്റ്സ് എക്കോ ഫോർ മീ. ആൻഡ് നമ്മുടെ ഓഡിയൻസ് ഈ അവാർഡ് നമ്മൾ എക്കോയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് അവാർഡ് നമ്മളിവിടെ വെക്കാൻ. അടുത്തതാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി, ഏറ്റവും മികച്ച പെർഫോമൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ. ഞാനിവിടെ നായകൻ നായിക എന്നല്ല എടുക്കുന്നത്, ഏറ്റവും മികച്ച പെർഫോമർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പോയ വർഷത്തെ സിനിമകളിലെ മികച്ച പ്രകടനങ്ങളായി അനുഭവപ്പെട്ടത് എണ്ണിപ്പെറുക്കി ഒന്ന് സംസാരിക്കാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കാണെന്നുള്ളതും ആരാണ് നമ്മുടെ പിക്ക് എന്നുള്ളതും പറയാം. ഇതിൽ പെടാത്ത ചില അണ്ടർ റേറ്റഡ് പെർഫോമേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായും നമ്മൾ മറ്റൊരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ
2025 നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് സിനിമകളെടുത്ത് അതിലെ പെർഫോമേഴ്സിനെ മാർക്ക് ചെയ്ത് പോകുമ്പോൾ പൊന്മാനാണ് നമ്മുടെ മുന്നിലുള്ളത്. ബേസിൽ ഇസ് ദയർ. ബേസിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊന്മാനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. പ്രാവിൻകൂട് ഷാപ്പ് റിലീസായതും 2025 മരണമാസ് റിലീസായിട്ടുള്ളതും 2025 ബേസിൽ ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. മരണമാസിലെ ഒരു വിവരം കെട്ടവൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും റിലേറ്റബിളാണ്. പ്രാവിൻകൂട് ഷാപ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു വേറൊരു തലത്തിൽ നിൽക്കുന്ന പെർഫോമൻസാണ് ആ സിനിമ ഡിമാൻഡ് ചെയ്തിരുന്നത്. അത് ബേസിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആൻഡ് പൊന്മാനിലേക്ക് വരുമ്പോൾ ഏതൊരു മലയാളി പയ്യനും ഒരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ചു വളർന്ന ഏത് കാറ്റഗറിയിൽ നിൽക്കുകയാണെങ്കിലും പൊന്മാനിലെ ബേസിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിനെ, ആ കഥാപാത്രത്തിൻ്റെ ട്രെയ്റ്റ്സിനെ, അവസ്ഥകളെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. അയാളുടെ പെയിൻ അതിനകത്ത് വേണം. ആ സിനിമ കാണാൻ പോകുമ്പോൾ പല ആളുകളും ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു കുറച്ച് നിരാശ തോന്നിയിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ബേസിലുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കോമഡി പടമാണ് പ്രതീക്ഷിച്ച് പോയിരുന്നത്. പക്ഷേ ബേസിൽ അവിടെ പോർട്രേ ചെയ്ത് കാണിച്ചത് നമ്മളിൽ ആരുടെയൊക്കെയോ ജീവിതമായിരുന്നു. നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളായിരുന്നു. അത് അത്രയും ഗംഭീരമായിട്ട് അയാൾ സ്ക്രീനിലേക്ക് എത്തിച്ചതുകൊണ്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ആ കഥാപാത്രം അങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ആൻഡ് ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പെർഫോമറെ കൂടി നമ്മൾ മാർക്ക് ചെയ്യാതെ പോകാൻ പറ്റില്ല. അത് ലിജോ മോളാണ്. ഗംഭീരമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രത്തിനെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പൊന്മാനെയും പൊന്മാനിലെ കഥാപാത്രങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലെ പെർഫോമൻസുകളെ വിലയിരുത്തുന്ന സമയത്ത് ആ സിനിമ നടക്കുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീധനം വളരെ നോർമലായിട്ടുള്ള ഈ പറയുന്ന നിയമപരമായ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ലാത്ത, സ്ത്രീധനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൈസ കൈമാറി അത് വെച്ച് ഒരാൾ ജീവിതം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ, എനിക്ക് സ്ത്രീധനം കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എൻ്റെ അനിയത്തെ കെട്ടിച്ചു വിടുന്നു എന്ന് പറയുന്നതിനെ വളരെ നോർമലായി കണ്ടുകൊണ്ടിരിക്കുന്നൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ എങ്ങനെയെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ലക്ഷ്യം, അങ്ങനെ സെറ്റിൽ ആവേണ്ടതാണ് ആവശ്യം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ മാറ്റം വളരെ ഗ്രാജുവലായിട്ടാണ്, അതിനെ ഗംഭീരമായിട്ടാണ് ലിജോ മോൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത്. പൊന്മാനിൽ നമ്മൾ ഇവരെ രണ്ടുപേരെയും മാത്രം പറഞ്ഞാൽ പോരാ, ആ സിനിമയിലെ എല്ലാ പെർഫോമേഴ്സും അതിഗംഭീരമായിട്ടാണ് അവരവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിൽ ഡെലിവർ ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത സിനിമ നാരായണീൻ്റെ 3 ആൺമക്കൾ. ആ സിനിമയിലേക്ക് വരുമ്പോൾ ജോജു ജോർജ് അസാധ്യമായിട്ട് അയാൾക്ക് കിട്ടിയ കഥാപാത്രത്തിനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോജുവിനെ സംബന്ധിച്ച് ആ ക്യാരക്ടർ ഒരു കേക്ക് വാക്ക് എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലെ ഈ എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു പെയിൻ, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അത് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറയില്ലേ, അത് ജോജുവിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുള്ളൊരു പരിപാടിയാണ്. അയാളത് ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയിലും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സിനിമ പറയുമ്പോൾ അതിലെ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കൂടി പറയണം. ഗാർഗി ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. ആ കഥാപാത്രത്തിന് പുള്ളിക്കാരി ഗംഭീരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു സ്കെയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ലാത്ത ക്യാരക്ടറായി പോയേനെ. പക്ഷേ എത്ര നാച്ചുറലായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അവരൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഈ പെർഫോമൻസിൽ കാണുന്നത്. ആൻഡ് നാരായണീൻ്റെ 3 ആൺമക്കൾ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു പെർഫോമറെ കൂടി പറയണം. അത് തോമസ് മാത്യു ആണ്. തോമസ് മാത്യുവിനെ കുറിച്ച് പറയുമ്പോൾ തുടരും എന്ന സിനിമ കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് വർഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു വർഷമാണ്. കിട്ടിയിട്ടുള്ള 2 കഥാപാത്രങ്ങളെയും അദ്ദേഹം അടിപൊളിയായിട്ട് തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോളിഷ്ഡ് ആയിട്ടുള്ള മറ്റൊരു കൾച്ചറിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ വരുമ്പോൾ, മറ്റേ സ്ഥലത്ത് കേരളത്തിൽ തന്നെ നാടും വീടും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു പയ്യൻ ക്യാരക്ടറാണ്. രണ്ടിനെയും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ തോമസിന് പറ്റുന്നുണ്ട്. ആൻഡ് വിവിധ സിനിമകളിലെ പെർഫോമൻസിന് സുരാജ് വെഞ്ഞാറമൂടനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. എൻ്റെ അടുത്തൊരു പെർഫോമൻസ് അത് കുഞ്ചാക്കോ ബോബൻ്റെയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് അയാൾ വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മളെ അങ്ങോട്ട് വെറുപ്പിക്കുകയും വിറപ്പിക്കുകയും ഒരേ സമയം ചെയ്യാമെന്ന് പറയില്ലേ. ആൻഡ് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. അയാൾ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നമ്മൾ കടക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ പ്രിയപ്പെട്ട ലാലേട്ടനാണ്. തുടരും എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ മുന്നിലേക്ക് ഇത് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ തന്നെ റെഫറൻസുകളാണ് ആ സിനിമയിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സിനിമ എന്നുള്ള രീതിയിലാണ് തുടരും എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് സിനിമ മേക്ക് ബിലീഫ് അല്ലേ മോനെ, അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിജയമാണ്. എന്തായാലും നമ്മൾ ഈ ലിസ്റ്റിൽ ലാലേട്ടനെ കൂടി പരിഗണിക്കുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മാർക്ക് ചെയ്യപ്പെടേണ്ട പെർഫോമൻസ് അത് പ്രകാശ് വർമ്മയുടേതാണ്. സിനിമയിൽ നമ്മൾ കാണുന്ന മറ്റ് അഭിനേതാക്കളൊക്കെയും വിവിധ സിനിമകളിൽ വിവിധ കഥാപാത്രങ്ങൾ ചെയ്ത് നമുക്ക് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പ്രകാശ് വർമ്മ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്.
അത് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ NF വർഗീസ് ഒക്കെ ചെയ്തു വെക്കുന്ന ഒരു പീക്ക് ലെവൽ സംഭവമൊക്കെ ഇല്ലേ, അതിനോട് നമുക്ക് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ ആ വില്ലൻ ക്യാരക്ടറിനെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹലോ, ആ പറച്ചിലും ആ സാധനവും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുക എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിലെ ആ ഒരു ജാതി വെറിയൻ, അല്ലെങ്കിൽ ഈ ഭാഷയുടെ പേരിൽ ആളുകൾ വേർതിരിച്ച് കാണുന്ന തറവാട്ടി പറഞ്ഞ ആളാണ്, ബാക്കി അവരൊക്കെ കുറഞ്ഞ ആൾക്കാരാണെന്നൊക്കെ പറയുന്ന ആ ചിന്തയും അതിൽ നിന്ന് വരുന്ന ആ ഒരു ആനിമൽ സാധനമൊക്കെ ഉണ്ടല്ലോ, അത് വേറെ ലെവലിലാണ് പ്രകാശ് വർമ്മ ചെയ്തു വെച്ചിരിക്കുന്നത്. ദി പുരസ്കാരത്തിന് പ്രകാശ് വർമ്മയെ പരിഗണിക്കാനുള്ളൊരു കാരണം തുടരുമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നായകൻ നായിക എന്നല്ല പരിഗണിക്കുന്നത്, പെർഫോമറെയാണ് പരിഗണിക്കുന്നതെന്ന്. അടുത്ത പെർഫോമർ സന്ദീപ് പ്രദീപാണ്. സന്ദീപിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ എക്കോ ഫസ്റ്റ് റീസൺ അണ്ടർസ്റ്റുഡ് ആണല്ലോ, മാരക പ്രകടനമായിരുന്നു. എന്ന് വെച്ചാൽ അവസാനത്തെ ഒരു സീനിൽ അയാളിൽ വന്നു പോകുന്ന ഭാവങ്ങളുടെ തീവ്രത നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് നോക്കിക്കോ, എന്താണ് അങ്ങേര് ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങേരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്ത സംവിധായകനും അതിനുവേണ്ടിയുള്ള സ്പേസ്, ആ സ്റ്റേജ് ഒരുക്കിയ തിരക്കഥാകൃത്തും ഒക്കെ കൈയടി അർഹിക്കുമ്പോഴും ഈ പെർഫോമർ അവിടെ നിന്ന് ചെയ്യണമല്ലോ, അല്ലാതെ മുഖത്തൊരു ഭാവം വരാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. എത്ര പക്വതയോടെ, എത്ര നമ്മൾ പറയില്ലേ തന്മയത്വത്തോടെ എന്ന് പറയില്ലേ, അയാൾ എന്ത് രസമായിട്ടാണ്, എന്ത് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ് ആ ക്യാരക്ടറിനെ ഡെലിവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് പുള്ളിയെ പരിഗണിക്കുമ്പോൾ അടുത്തൊരു സിനിമ കൂടിയുണ്ട്, അത് പടക്കളമാണ്. പടക്കളം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്ദീപ് പ്രദീപ് അഭിനയിക്കുന്നത് ഷറഫുദ്ദീൻ ചെയ്യുന്ന കണ്ണിങ് ആയിട്ടുള്ള, ക്രൂവലായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ്. അതായത് സന്ദീപ് ഷറഫുദ്ദീനെ അനുകരിക്കുകയാണ്, പക്ഷേ സന്ദീപിൻ്റെ മാനറിസംസും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അവിടെ വേണ്ടത്. അത് അയാൾ ഇടിവട്ടായിട്ട് ഡെലിവർ ചെയ്തു. പടക്കളം ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ്. അയാളുടെ പെർഫോമറെ പറയുമ്പോഴേ ഫൈറ്റും കൂടി പറയണം. ഫൈറ്റ് എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. എക്കോടെ ലാസ്റ്റത്തെ ആ ഫൈറ്റ് സീൻ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ പടക്കളത്തിലേക്ക് വരുമ്പോഴും ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക എന്ന് പറയില്ലേ, നമ്മൾ പലപ്പോഴും ഈ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിലുള്ള അഭിനേതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഒരു കമ്പാരിസൺ വരാറുണ്ട്. അതായത് ഇവരുടെ ഈ പ്രായത്തിൽ പൃഥ്വിരാജ് ഇങ്ങനെ ചെയ്തിരുന്നു, അതേ പ്രായത്തിൽ ലാലേട്ടൻ ഇതാണ് ചെയ്തു വെച്ചത്, ഇന്ന് അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആർക്കൊക്കെ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ സന്ദീപിനെ നമുക്ക് എടുത്തു വെക്കാവുന്ന അങ്ങനത്തെ ഒരു പെർഫോമറാണ്. ഇയാളെ എന്തും ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഇയാളുടെ മുഖം കണ്ട് നമുക്കൊരു തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് കയറാൻ പറ്റും, അങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പെർഫോമറാണെന്ന് പറയുന്ന ആ ഫീല് നമ്മളിൽ ഉണ്ടാക്കാൻ സന്ദീപിന് ഈ 2 സിനിമകളെ പോയ വർഷം വേണ്ടി വന്നുള്ളൂ. എക്കോ പറയുമ്പോൾ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ പറയണം, വിനീത്, നരേൻ അടിപൊളിയായിട്ടാണ് ചെയ്തത്. നരേൻ്റെ ആ കൊക്കയിലേക്ക് പോകേണ്ട വണ്ടി ഒരു മരത്തിൽ ഇടിപ്പിച്ച് നിർത്തിയതിന് ശേഷമുള്ളൊരു ചിരിയുണ്ട്. നിങ്ങൾ ആ സിനിമയുടെ നമ്മളൊരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ചിരിയല്ല, എനിക്കിത്രയും കഴിവുണ്ട് ഞാൻ വണ്ടി ഇങ്ങനെ നിർത്തിച്ചല്ലോ എന്ന് പറയുന്ന ചിരിയല്ല, ഞാൻ അന്വേഷിച്ചു വന്ന് ഒരുത്താൻ അവനിവിടെ ഉണ്ട്, നിന്നെ എനിക്ക് കിട്ടിയടാ, നീ ഇത്രയും നാൾ നീ തപ്പിത്തടഞ്ഞ് രക്ഷോട്ട് കടന്നു, പക്ഷേ ഇനി നീ പോകില്ല, നീ എൻ്റെ കോൺവെർട്ടർ എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്നൊരു വേട്ടക്കാരൻ്റെ ചിരി എന്ന് പറയില്ലേ മാൻ. അവിടെയൊക്കെയാണ് നമ്മൾ അയാളെ മാർക്ക് ചെയ്യേണ്ടത്. നരേനൊരു അസാധ്യ പെർഫോമറാണ്, പക്ഷേ അയാളെ യൂട്ടിലൈസ് ചെയ്യുന്ന സിനിമകളാണ് നമുക്ക് കിട്ടാത്തത്. ആൻഡ് ഒരു കുഞ്ഞു സ്റ്റാറിനെ ഇതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒർഹാൻ ഹൈദർ. സർക്കിട്ട് എന്ന് പറയുന്ന സിനിമയിൽ ആസിഫ് അലിക്കൊപ്പം അഭിനയിച്ച ആ കൊച്ചു പയ്യൻ. ആസിഫ് അലിക്ക് കഴിഞ്ഞ വർഷം കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു, എല്ലാം മികച്ച പ്രകടനങ്ങൾ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അയാൾ ഉണ്ടാക്കി വെച്ചൊരു ഹൈ ഉണ്ടല്ലോ, അവിടുന്ന് ഈ വർഷത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഭയങ്കര പെർഫോമൻസ് കണ്ടിട്ടില്ല. പക്ഷേ ആസിഫ് അലിയാണ്, തിരിച്ചു വരും, ഗംഭീര പ്രകടനങ്ങളായിട്ട് വന്ന് നമ്മളെ ഞെട്ടിക്കും. എന്തായാലും സർക്കിട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ മാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദാ പയ്യനാണ്, മോർഹാൻ. അവൻ്റെ ഇമോഷൻസ്, അവൻ എന്ത് രസമായിട്ടാണ് ഡയലോഗ് പറയുന്നത്. ഏറ്റവും അവസാനം അച്ഛനെയും അമ്മയും കയ്യിൽ പിടിച്ച് നക്ഷത്രങ്ങളെ നോക്കി നിന്നിട്ട് അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ഫീലിങ്സ്, നിങ്ങൾ ആ സിനിമ കാണണം. സർക്കിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ കൊച്ചിന് വേണ്ടി നിങ്ങൾ ആ പടം കാണണം. അത്രയും ഗംഭീര പ്രകടനങ്ങളാണ്. മികച്ച പെർഫോമേഴ്സിൻ്റെ ലിസ്റ്റിൽ അവനെ കൂടി പരിഗണിക്കണം എന്നെനിക്ക് ഫീൽ ചെയ്യിപ്പിച്ചത് ആ ഒരു ഒറ്റ സിനിമയാണ്. വീണ്ടും ഓർമ്മിക്കുന്നു, നായകൻ നായികയും പ്രായവും ഒന്നുമല്ല, പെർഫോമൻസിനെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസിനെ നമ്മൾ പരിഗണിക്കുന്നത് നരിവേട്ടയിലെ പ്രകടനത്തിനാണ്. കുറേ ആൾക്കാർക്ക് അതൊരു അപ് ടു ദ മാർക്കായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഷിഫ്റ്റ് മനസ്സിലാക്കി ആ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ടൊവിനോയുടെ പെർഫോമൻസിനെ നമുക്ക് കുറച്ചും കൂടി അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക. അത് അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നടക്കണമെന്ന് എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പ്രേമിക്കുന്നൊരു പെൺകുട്ടിയുണ്ട്, വലിയ അധ്വാനമൊന്നുമില്ലാതെ കുറച്ച് കാശുണ്ടാക്കണം, അടിപൊളിയായിട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരിടത്തുനിന്ന് ഞാൻ ഒരു സമൂഹത്തിന് കൂടി വേണ്ടി പോരാടിയേ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഗ്രാജുവൽ ജേണിയെ ഗംഭീരമായിട്ട്
സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ, ആ ഇമോഷൻസ് നമ്മളിലേക്ക് എത്തിക്കാൻ അത് ടൊവിനോയ്ക്ക് പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ സിനിമ ഇറങ്ങിയ സമയത്ത് പലരും ടൊവിനോയുടെ പെർഫോമൻസിനെ കുറിച്ച്, ടൊവിനോ ഒരു പാവമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ പൊട്ടനായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്ന അങ്ങനെയൊക്കെ അതിനെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതായിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടിയിരുന്നത്. ആ ക്യാരക്ടറിനെയും ആ സിറ്റുവേഷനെയും കാലഘട്ടത്തിനെയും ഒക്കെ നമ്മളൊന്ന് ഉൾക്കൊണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ടൊവിനോ നരിവേട്ടയിൽ കൊടുത്തിട്ടുള്ളത് പുള്ളിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസുകളാണ്. പിന്നെ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആര്യ സലീം അവതരിപ്പിച്ച കഥാപാത്രത്തിനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. മലയാളികൾക്ക് അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറെ അവർ കൊണ്ടുവന്നത്, ഒന്ന് മേക്ക് ഓവർ, രണ്ട് ഡയലോഗ് ഡെലിവറിയിലെ പവർ. എന്ന് വെച്ചാൽ നമുക്ക് ഡയലോഗ് പറയുമ്പോൾ ഇപ്പം ഞാൻ ആൻഡ് ദ അവാർഡ് ഗോസ് ടു എന്നിങ്ങനെ പറയാം, ആൻഡ് ദ അവാർഡ് ഗോസ് ടു എന്ന് പറയാം, ആൻഡ് ദി അവാർഡ് ഗോസ് ടു എന്ന് പറയും. ഇത് പല രീതിയിൽ പല ആറ്റിറ്റ്യൂഡിൽ പറയാം. ആര്യ സലീം ആ ക്യാരക്ടറിനെ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെയുള്ള കോൺഫിഡൻസ് അപാര പരിപാടിയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ചേരനെ ഈ സിനിമയിലെ പ്രകടനത്തിന് നമുക്ക് പരിഗണിക്കാം. സുരാജ് വെഞ്ഞാറമൂടിനെ ഞാൻ നാരായണീൻ്റെ 3 ആൺമക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഈ സിനിമയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ്. ആൻഡ് പ്രണവ് തിയോഫിൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ആ സിനിമയിലെ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള മച്ചാൻ. അയാളുടെ നോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ ലെവൽ ആർട്ടിസ്റ്റാണ് പുള്ളി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റിൽ പരിഗണിക്കാവുന്ന ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലെ എല്ലാ പയ്യന്മാരും, ഒരു സിനിമ മുഴുവൻ പയ്യന്മാരാണ്, എല്ലാത്തിനെയും നമുക്ക് ഈ ലിസ്റ്റിലേക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം ആ കാലഘട്ടത്തിനെ മാർക്ക് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ്, ബോഡി ലാംഗ്വേജ്, ഡാൻസ്, ഇമോഷൻസ് എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് മൂൺ വാക്ക് ഫീൽ ചെയ്ത്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. റോന്ത് എന്ന സിനിമയിലെ ദിലീഷ് പോത്തൻ്റെ പ്രകടനവും ലക്ഷ്മി മേനോൻ്റെ പ്രകടനവും ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് റോഷൻ മാത്യുവിൻ്റെ പ്രകടനവും കൂടി വരുന്നുണ്ട്. പക്ഷേ റോന്തിൽ ഒരു പടി മുകളിൽ നിൽക്കുന്നത് ദിലീഷ് പോത്തനാണെന്ന് തോന്നി. ഏറ്റവും അവസാനം സഹപ്രവർത്തകൻ മരിച്ചു കിടന്നതിൻ്റെ ആ ചോരപ്പാടുകൾ കണ്ടുകൊണ്ടുള്ള അയാളുടെ ഇരിപ്പുണ്ടല്ലോ, ഇനി എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഇനി എനിക്കെൻ്റെ അയാൾ സെൽഫിഷാണ്, അയാൾക്ക് അയാളുടെ കാര്യം നോക്കിയേ പറ്റൂ. പക്ഷേ മറ്റവനെ രക്ഷിക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവനൊരു 10 മിനിറ്റെങ്കിലും അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ അയാൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, എങ്ങനെ പൂട്ടുമെന്നുള്ള അയാൾക്ക് അറിയാം. അതൊക്കെ അറിയുമ്പോഴും ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കേണ്ടി വരിക എന്ന് പറയില്ലേ, അത് പോലീസുകാരുടെ മുന്നിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിൻ്റെ മുന്നിലും. പക്ഷേ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പോഴും ഞാൻ പോരാടുകയാണോ, എനിക്ക് അവളോട് സ്നേഹമാണോ എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നൊരു ഭർത്താവ്, അങ്ങനെ എത്ര ലെയറുകളിലായിട്ടാണ് നമുക്ക് ദിലീഷ് പോത്തൻ്റെ പ്രകടനം ആ സിനിമയിൽ കാണാൻ പറ്റുക. ഞാൻ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഇയർ ദിലീഷ് പോത്തിന് കൊടുത്താൽ പോലും എനിക്ക് വിഷമം തോന്നില്ല. നമ്മളെന്തായാലും ഒരു പോളിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ദിലീഷ് പോത്തിന് കൊടുത്താലും ഐ ഫീൽ സാറ്റിസ്ഫൈഡ്. അത്രയും ഗംഭീര പ്രകടനം. ലക്ഷ്മി മേനോൻ അവരുടെ ആ ഒരു ക്യാരക്ടറിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്നൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സ്ത്രീ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ സംശയിക്കുകയാണ്. പക്ഷേ ആ സംശയം വരുന്നത് അവരുടെ അവസ്ഥയിൽ നിന്നാണ്, അവരുടെ പേടിയിൽ നിന്നുണ്ടാകുന്ന സംശയമാണ്. അതിനെ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അസാധ്യമായിട്ടാണ്. ഞാൻ തലവര എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിൽ നമുക്ക് അർജുൻ അശോകനെ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അർജുൻ അശോകനെ സംബന്ധിച്ച് ഇറ്റ്സ് എൻ ഈസി പരിപാടി. ആ മേക്കപ്പ് പരിപാടികളിലാണ് അത് കൂടുതൽ ആ ക്യാരക്ടറിൻ്റെ ഒരു എലമെൻറ്റ് വരുന്നത്. പക്ഷേ അയാൾ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങൾ, അതിലുള്ള റിയാക്ഷൻസ്, അത് അർജുൻ അശോകൻ, ഈ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ മേക്ക് ബിലീഫാണ്, ഇതൊക്കെ ഞാൻ എഫേർട്ട്ലെസ് ആയി ചെയ്യുകയാണെന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ മികവ് തന്നെയാണ്. എങ്കിലും അർജുൻ അശോകൻ അത് കുറച്ചും കൂടി, എന്ന് വെച്ചാൽ അർജുനിൽ നിന്ന് ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ലോകയിലെ പെർഫോമൻസിന് നമ്മൾ കല്യാണിയെ ഈ ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട്. കല്യാണിയെക്കുറിച്ച് പലരും പറയുന്നത് അങ്ങനെ നിന്നാൽ പോരെയെന്നാണ്. പക്ഷേ അങ്ങനെ നിൽക്കാൻ ഇച്ചിരി പാടാണ്. മാത്രമല്ല ആ ക്യാരക്ടർ ആവാൻ വേണ്ടി അവരെടുത്തിട്ടുള്ള എഫേർട്ടുകളുണ്ട്. ഫൈറ്റ് സീക്വൻസുകളിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒറിജിനാലിറ്റി ഉണ്ട്. ആ എഫേർട്ട് നമുക്കൊരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. ഈ ആറ്റിറ്റ്യൂഡാണ് ഇവർക്ക് സിനിമയിൽ ഉടനീളം എന്ന് പറയുമ്പോൾ, ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് ഒരുപാട് പാസ്റ്റ് ട്രോമ എന്നല്ല, പാസ്റ്റ് പെയിൻഫുൾ മെമ്മറീസിൽ നിന്നാണ്. ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ചുറ്റുമുള്ള ഒരാളോട് പ്രത്യേക സ്നേഹം കൂടുതൽ കാണിച്ചിട്ട് ഒന്നുമില്ല. നാളെ അയാൾ വയസ്സായി മരിക്കുന്നത് ഞാൻ കാണും, അപ്പോഴും ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. എത്ര കാലം ഇത് കണ്ടുകൊണ്ടിരിക്കും? ഇത് 400, 500, 1000 വർഷങ്ങളായിട്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എല്ലാത്തിനോടും ഉണ്ടാകുന്നൊരു നിസ്സംഗ ഭാവമുണ്ട്. അതാണ് അവർ അവിടെ കൊണ്ടുവരേണ്ടത്, അതാണ് അവരവിടെ ഡെലിവർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇമോഷനൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുക കല്യാണി എന്ന് പറയുമ്പോൾ ചുമ്മാ നിന്ന് കാണിക്കുക എന്ന് പറയുന്നതല്ല. ആ ക്യാരക്ടറായിട്ടാണ് കല്യാണി ആ പെർഫോമൻസ് പുറത്തെടുത്തിരിക്കുന്നത്. പ്ലസ് അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടിട്ടുള്ള എഫേർട്സും കാര്യങ്ങളും എല്ലാം പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഈ ലിസ്റ്റിലേക്ക് നമുക്ക് കല്യാണിയെ പരിഗണിക്കാം. ആൻഡ് ഫെമിനിച്ചി ഫാത്തിമയിലെ പെർഫോമൻസിന് ഷംല ഹംസ എന്ന അഭിനേത്രിയെ നമ്മൾ പരിഗണിക്കുകയാണ്. കാരണം അവരെ നമുക്ക് പെർഫോമർ എന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല, അവർ ജീവിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആ സിനിമ തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടും എനിക്കൊരു അഭിനേത്രിയെ കാണാൻ പറ്റുന്നില്ല. ഒരു സീൻ ചെയ്യുന്ന ഒരാൾ അങ്ങനെയല്ല, അവരിങ്ങനെ ജീവിക്കുകയാണ്. അവരുടെ പുറകെ ക്യാമറ എടുത്ത് ഇങ്ങനെ ആൾക്കാർ നടക്കുന്നു എന്ന് പറയുന്ന പോലെ
അത്രയും ഒറിജിനലായി ആ ക്യാരക്ടറിനെ ഡെലിവർ ചെയ്യുന്ന ഒരു പെർഫോമൻസാണ് ഷംല ഹംസയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വെറുതെ എല്ലാവർക്കും സംസ്ഥാന അവാർഡ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾ ആ സിനിമ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് നെക്സ്റ്റ് DS ഇറ എന്ന് പറയുന്ന സിനിമയാണ്. പ്രണവ് മോഹൻലാൽ തീർച്ചയായും ഈ ലിസ്റ്റിലേക്ക് കടന്നു വരാൻ കാരണമാവുന്ന ഒരു പെർഫോമൻസ് നമുക്ക് ഡെലിവർ ചെയ്തിട്ടുള്ളത് ഈ സിനിമയിലാണ്. ആൻഡ് ജിബിൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ. 2025 മികച്ച പെർഫോമേഴ്സിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കാം എന്ന് ഫീൽ ചെയ്യിപ്പിച്ച ഒരു പ്രകടനം തന്നെയാണ് DS ഇറയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ജയ കുറുപ്പ്, ഷൈൻ ടോം ചാക്കോ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അമ്മ ക്യാരക്ടർ, അവരുടെ ഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊറിയൻ പടങ്ങളിലൊക്കെ കാണുന്ന ഈ ആത്മാവ് ആവഹിച്ച് കഴിയുമ്പോഴേക്ക് ആക്രമിക്കാൻ ചാടി ഇറങ്ങുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള, പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു സംഭവം എന്നൊക്കെ പറയില്ലേ. ഈ പറയുന്ന പ്രായത്തിൻ്റെതായ സംഭവങ്ങൾ അവർക്ക് ഓൺ സ്ക്രീനിൽ നമ്മളെ അനുഭവിപ്പിക്കാൻ പറ്റണം. അതിൻ്റെ കൂടെയാണ് മകന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അമ്മ എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വരുന്നത്. എല്ലാം കൈവിട്ട് പോയെന്ന് പറയുമ്പോൾ അവരുടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള കരച്ചിലും കാര്യങ്ങളും എല്ലാം കൊണ്ടും ജയാക്കുറുപ്പ് നിറഞ്ഞാടിയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് DS ഇറ എന്ന് പറയുന്ന സിനിമയിലുള്ളത്. ആ സിനിമയുടെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ജയാക്കുറുപ്പിനെ എനിക്ക് എടുത്തു പറഞ്ഞ് പുകഴ്ത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് സ്പോയിലർ എലമെൻ്റ് ആയതുകൊണ്ട്. DS ഇറ നിങ്ങൾ കാണുമ്പോൾ ഇനി നിർത്തി പോസ് ചെയ്ത് കണ്ടു നോക്കിക്കോ. ജയാക്കുറുപ്പ് അമേസിങ് ഇൻ DS ഇറ. ആൻഡ് നെക്സ്റ്റ് മീനാക്ഷി ജയനാണ്. വിക്ടോറിയ എന്ന് പറയുന്ന സിനിമയിലെ നായിക കഥാപാത്രം. സിനിമയെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ നമ്മൾ നേരത്തെ ഷംല ഹംസയുടെ കാര്യം പറഞ്ഞതുപോലെ ജീവിച്ച് ഡെലിവർ ചെയ്തിട്ടുള്ള പെർഫോമൻസ് ആണ് മീനാക്ഷി ജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങൾ വരെ ഏറ്റുവാങ്ങി കഴിഞ്ഞു ആ പെർഫോമൻസ് മികവിൻ്റെ പേരിൽ. അത്രയും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കണ്ടിട്ടില്ലെങ്കിൽ യു ഷുഡ് വാച്ച് വിക്ടോറിയ എന്നാണ് ഞാൻ ആ സിനിമയെക്കുറിച്ച് പറയുക. ഇഫ് യുവർ എ സിനിമാ സ്നേഹി മിസ് ചെയ്യരുത്. ആൻഡ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസിനും മമ്മൂക്കയും വിനായകനും ഒക്കെ ഈ ലിസ്റ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. മമ്മൂക്കയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അദ്ദേഹം ഈ ആസുരഭാവങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പുള്ളിക്ക് എന്തോ ഒരു എക്സ്ട്രാ സാധനം വരുന്ന പോലെ തോന്നും. അത് ഈ സിനിമയിലുണ്ട്. ആ സിഗരറ്റൊക്കെ കടിച്ച് അവയ്ക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. നമുക്ക് സ്പോയിലേഴ്സൊക്കെ എണ്ണിപ്പെറുക്കി പറയാൻ പറ്റുന്നൊരു സമയത്ത് പറയണം എന്ന് വിചാരിച്ചിരിക്കുന്ന, തീർച്ചയായും പറയാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും കളങ്കാവലിലെ പെർഫോമൻസിൽ മമ്മൂക്കയും വിനായകനെ പലരും പറയുന്നത് ഒരു മിസ്കാസ്റ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തില്ല, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വരുന്ന ഓഫീസേഴ്സിനെ ഒന്നും കാണാത്തതുകൊണ്ടാണ്. അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും അതിലുള്ള ഒരു ഇമോഷൻലെസ് ഒരു സംഭവമൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചാൽ വിനായകൻ ദി ബെസ്റ്റ് ഓഫ് വിനായകൻ എന്ന് പറയാവുന്ന ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫോമൻസാണ് കളങ്കാവലിൽ അയാൾ കൊടുത്തിട്ടുള്ളത്. ശരിക്കും കളങ്കാവലിൽ വിനായകനെയും മമ്മൂക്കയും കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവരുടെ പകുതി പണി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്ന അത്രയും ഗംഭീര പ്രകടനങ്ങളാണ് ഇരുവരും പുറത്തെടുത്തിട്ടുള്ളത്. പിന്നെ തടവ് എന്നൊരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അത് അതിന് മുൻപത്തെ വർഷം റിലീസ് ആവേണ്ടതായിരുന്നു. 2025 റിലീസാവുന്നത്. ആ സിനിമയിലെ പ്രകടനത്തിന് ബീന ചന്ദ്രൻ അവർക്ക് ഓൾറെഡി സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. മികച്ച പ്രകടനമാണ് ആ സിനിമയിൽ അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അവാർഡ് കൊടുക്കേണ്ട സമയമാണ്. ആൻഡ് ദി അവാർഡ് ഗോസ് ടു ബെസ്റ്റ് ആക്ടർ. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അതേ ആളെ തന്നെയാണ് ജനങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. 42,000 വോട്ടാണ് ബെസ്റ്റ് മെയിൽ പെർഫോമൻസ് ഓഫ് 2025 നമ്മൾ കൊടുത്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. 42,000 വോട്ടുകൾ വന്നതിൽ 11% ആൾക്കാരാണ് സന്ദീപ് പ്രദീപാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. 18% ആൾക്കാർ ലാലേട്ടനാണ് ഏറ്റവും മികച്ച പെർഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 26% ആൾക്കാരും പറയുന്നത് മമ്മൂക്കയാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതെന്നാണ്. പക്ഷേ 44% ആൾക്കാരും വോട്ട് ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫാണ് പോയ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമർ എന്നുള്ളതാണ്. തീർച്ചയായും നമുക്കും ഇതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പൊന്മാൻ എന്ന സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ള പെർഫോമൻസ് മികവിന് നമ്മൾ ഈ അവാർഡ് കൊടുക്കുകയാണ്, എന്നിട്ട് തിരിച്ചുവിടെ വെക്കുകയാണ്. ആൻഡ് ദി അവാർഡ് ഫോർ ബെസ്റ്റ് ഫീമെയിൽ പെർഫോമർ ഓഫ് ദി ഇയർ. ഇതിൽ നമുക്ക് ജനങ്ങളുടെ അഭിപ്രായത്തിനോടൊരു ചെറിയ വിയോജിപ്പ് എന്നല്ല, അത് ആക്ച്വലി നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഫാക്ടറായിരുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. 28,000 ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ 28,000 ആൾക്കാരിൽ 18% ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഷംല ഹംസയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ പ്രകടനത്തിന് അവാർഡ് അർഹിക്കുന്നു എന്ന് പറഞ്ഞത്. 1% ആൾക്കാർ ബീന ആർ ചന്ദ്രൻ തടവെന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസ് മികവിന് അവാർഡ് അർഹിക്കുന്നു എന്ന് പറഞ്ഞു. 24% ആൾക്കാർ ലിജോ മോൾ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന്, സംശയം എന്ന സിനിമയിലെ പ്രകടനത്തിന് ഈ അവാർഡ് അർഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 56% ആൾക്കാരും പറയുന്നത് കല്യാണി പ്രിയദർശനാണ്
ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളതെന്നാണ്. കല്യാണിയെ അവാർഡിന് പരിഗണിക്കുന്ന സമയത്ത് ലോക ചാപ്റ്റർ 1 ഉണ്ട്, അതുപോലെ ഓടുംകുതിര ചാടുംകുതിരയുണ്ട്. 2 സിനിമകളിലെയും പ്രകടനങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും കൺവിൻസിംഗ് ആയി ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കാൻ കല്യാണിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷംല ഹംസ അവതരിപ്പിച്ച ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ, ഇത് വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം എത്തിയിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിൽ റിലീസായ സമയത്തും അതിനുശേഷം OTTയിൽ എത്തിയതിന് ശേഷമാണെങ്കിലും അത്രയും കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. വേഫെയർ ഫിലിംസിന് നമ്മളൊരു താങ്ക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിച്ചു എന്നുള്ളതിന്. കാരണം അങ്ങനെ എത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സിനിമ കാണാൻ പറ്റില്ലായിരുന്നു. ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ഷംല ഹംസയുടെ പ്രകടനത്തിനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നായി ചിന്തിക്കില്ലായിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് കല്യാണി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ട് ആക്ഷൻ സീക്വൻസുകളിലും പിന്നെ ആ ഒരു കറക്റ്റ് മീറ്റർ പിടിച്ചുള്ള പെർഫോമൻസിലും ഒക്കെ നമുക്ക് കാണാനുണ്ട്. പക്ഷേ ആ ക്യാരക്ടറിന് ലൈഫ് കൊടുക്കുന്ന അതിൻ്റെ ഡബ്ബിംഗ് എന്ന് പറയുന്നത് സയനോരയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ സയനോരയുടെ ഡബ്ബിങ്ങിന് വരെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു തോന്നുന്നു. അത്രയും മനോഹരമായിട്ട് സയനോര അത് ചെയ്തിട്ടുണ്ട്. കല്യാണി ചെയ്താൽ മോശമാവും എന്നല്ല പറയുന്നത്, പക്ഷേ സയനോര ചെയ്ത് എത്തിച്ചൊരു ലെവലുണ്ട്. ആ ക്യാരക്ടറിന് അവർ കൊടുത്തൊരു എൻഹാൻസ്മെൻ്റ് ഉണ്ട്. ആ കാര്യം കൂടി പരിഗണിക്കുമ്പോൾ എനിക്ക് ഈ വർഷത്തെ 2025 ഏറ്റവും മികച്ച ഫീമെയിൽ പെർഫോമറിനുള്ള പുരസ്കാരം കൊടുക്കാൻ തോന്നുന്നത് ഷംല ഹംസയ്ക്കാണ്. കാരണം അവരത് അർഹിക്കുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ട് അത്രയും മനോഹരമായിട്ട് ആ ക്യാരക്ടറിനെ അവർ സ്ക്രീനിലേക്ക് എത്തിച്ചു. ആൻഡ് ദി അവാർഡ് ഗോസ് ടു ഷംല ഹംസ. ഷംല ഹംസയ്ക്ക് അവാർഡ് കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും നമ്മളിതിവിടെ വെക്കാണ്. തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു. കല്യാണി പ്രിയദർശൻ അവാർഡ് അർഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ 2 സിനിമകളും കണ്ടിട്ടില്ല. കല്യാണി ഈ സിനിമ ചെയ്യുമ്പോൾ അവരുടെ എഫേർട്ടും അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റും ഒക്കെ തീർച്ചയായും നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആ സിനിമയെ മനോഹരമാക്കുന്നതിൽ അതിൻ്റെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ലിജോ മോളിലേക്ക് വരുമ്പോൾ പൊന്മാനിൽ അവർ കൊടുത്തിട്ടുള്ളൊരു പെർഫോമൻസ് സംശയത്തിൽ അവരുടെ ഗംഭീര പ്രകടനമാണ്. പക്ഷേ ലിജോ മോൾ ഒരു പ്രൂവൺ ആർട്ടിസ്റ്റാണ്. ലിജോ മോളിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു അല്പം കൂടി. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രകടനത്തിലേക്ക് അത് കൊണ്ടെത്തിച്ച് അത്രയും ഗംഭീരമാക്കി നമ്മൾ ബേസിലിനെ ഈ ഒരു അവാർഡിൽ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫാക്ടർ അതാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയും റിലേറ്റബിൾ ആവുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ വ്യത്യസ്തമായി അവതരിപ്പിച്ചു. എന്ന് വെച്ചാൽ ബേസിൽ അതുവരെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ അത്രയും റിലേറ്റബിളായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ലിജോ മോൾക്ക് ഇറ്റ്സ് എ കേക്ക് വാക്കുന്നതാണ് ഈ പറയുന്ന പൊന്മാനിലെ ക്യാരക്ടറാണെങ്കിലും സംശയത്തിലെ ക്യാരക്ടറാണെങ്കിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ബീന ആർ ചന്ദ്രൻ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. പക്ഷേ സിനിമ ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയെങ്കിലും അത് പോയ വർഷം അതിന് മുമ്പത്തെ വർഷം എന്തോ ആണ് പുള്ളിക്കാരിക്ക് അവാർഡ് കിട്ടുന്നത്. ഷംല ഹംസ ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടും. പ്രത്യേകിച്ച് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടും ആ സിനിമ കാണുമ്പോൾ. ആ ലൈഫിനെ അവർ ജീവിച്ച് കാണിക്കുകയായിരുന്നു. ഇനിയും അവരുടെ പ്രകടനങ്ങൾ നമുക്ക് കണ്ട് വിലയിരുത്തേണ്ടതാണ്. തീർച്ചയായും അവർക്ക് കുറച്ചും കൂടി റീച്ച് ഉണ്ടാവേണ്ടതാണ്. നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും അവരെ തേടി എത്തേണ്ടതാണ്. അതിനുവേണ്ടി തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ കൂടി പരിഗണിക്കുമ്പോഴാണ് നമ്മൾ ഷംല ഹംസയിലേക്ക് ഈ പുരസ്കാരം എത്തിക്കുന്നത്. ആൻഡ് നോട്ടബിൾ പെർഫോമൻസുകളായിട്ട് ഈ കൂട്ടത്തിൽ ചേർത്ത് വെക്കാനുള്ളത് മീനാക്ഷി ജയൻ, വിക്ടോറിയ എന്ന് പറയുന്ന സിനിമയിലെ നായിക കഥാപാത്രമായി ജീവിച്ചതാണ്. ആൻഡ് ഗാർഗി, നാരായണിയുടെ 3 ആൺമക്കൾ എന്ന സിനിമയിലെ സ്ത്രീ കഥാപാത്രം, ജയ കുറുപ്പ് DS ഇറയിൽ അവതരിപ്പിച്ച കഥാപാത്രം, ഇവരുടെ ഒക്കെ പെർഫോമൻസുകളും അതിഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷനായിപ്പോൾ ഇവരെ ആഡ് ചെയ്യണോ അതോ ഇവരെ മാറ്റിയിട്ട് ഇത് നമ്മളൊരു ടോപ്പ് 5ലേക്ക് വരുമ്പോൾ ആരെ നമ്മൾ വെക്കുമെന്ന് പറയുന്ന അത്രയും കൺഫ്യൂഷൻ നമ്മളിൽ ഉണ്ടാക്കിയ അത്രയും മികച്ച പെർഫോമേഴ്സ് വന്നു എന്നുള്ളതാണ്. മലയാള സിനിമയിൽ നായികമാർ കുറവാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പുതിയ നായികമാരുണ്ടാവുന്നില്ലേ? ദേ നിൽക്കാണ് ഇത്രയും ഗംഭീര അഭിനേതാക്കൾ എന്ന് പറയുന്ന പോലെ അത്രയും പെർഫോമേഴ്സ് നമുക്കുണ്ട് എന്ന് എനിക്കും കൂടി ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ സിനിമകളും ഇതിലെ പെർഫോമൻസുകളൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര. കുറച്ച് ദിവസങ്ങളെടുത്തു നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ പബ്ലിഷ് ചെയ്യാനും കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. ഒരിക്കൽ കൂടി അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മളിനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ ഇരുത്തിയും OTTയിൽ കാണിച്ചും എന്നെ വെറുപ്പിച്ച് വലിപ്പിച്ച് പോയ കുറച്ച് സിനിമകൾ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.